ഈ സ്റ്റഡിയിങ് ഇന്ത്യ കൺസെപ്റ്റിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മളുടെ രാജ്യത്തേക്ക് ഒത്തിരി യൂണിവേഴ്സിറ്റികൾ അട്രാക്റ്റ് ചെയ്യപ്പെടുകയാണ്. ശരിക്കും പറഞ്ഞാൽ JB EduFly UAE-യിൽ നിന്നാണ് കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് പഠിക്കുക എന്ന് പറഞ്ഞ കൺസെപ്റ്റായിട്ട് വരുന്നത്. അത് UAE-യിൽ നമുക്കറിയാം അത്രയധികം എമിറേറ്റ്സും ഇപ്പോൾ ജോസാറ് എനിക്ക് തോന്നുന്നു ഒത്തിരി നാൾ UAE-യിൽ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് UAE-യിൽ നിന്ന് എങ്ങനെ ഒത്തിരി കുട്ടികൾ ഇന്ന് ഇപ്പോൾ ഇന്ത്യ ചൂസ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ ഇന്ത്യ ചൂസ് ചെയ്ത് വരുന്ന ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ അതാണ് നമ്മളിന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സാറിന് SRM-നെ കുറിച്ച് എന്തൊക്കെയാണ് അറിയാനുള്ളതെന്ന് വെച്ചാൽ ചോദിച്ചാൽ നമ്മളത് ഇന്ന് പറയാൻ തയ്യാറാണ്. അത് നമുക്ക് അറിയാം, ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ പ്രീമിയം ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് SRM എന്നുള്ള കാര്യം അറിയാം. SRM-നെ പറ്റി പറയുമ്പോൾ തന്നെ സ്റ്റുഡൻസിനും അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഡയസ്പൊറയുള്ള ആൾക്കാർക്ക് പെട്ടെന്നത് കണക്റ്റ് ആവുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് SRM-ന് ഇത്രമാത്രം ഒരു ട്രാക്ഷൻ കുട്ടികളുടെ അടുത്ത് വരുന്നത്? അതായത് നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ അവിടെ UAE-യിലൊക്കെ എഡ്യൂക്കേഷൻ അറ്റൻഡ് ചെയ്യുന്നവരാണ്. ഒത്തിരി കോളേജുകൾ വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ കുട്ടികൾ അന്വേഷിച്ച് വരാമെന്ന് പറയില്ലേ, അത് നമ്മളെയാണ്. അത് സാറിന് ഞാൻ നമ്മുടെ വീഡിയോയിലൊക്കെ സാർ കണ്ടിട്ടുണ്ടാവും. ഒത്തിരി കുട്ടികൾ SRM തന്നെ ചോദിച്ചു വരുന്നു. ഒറ്റ കാരണം എന്ന് പറയുന്നത് ഏകദേശം ഒരു 40 വർഷം മുന്നേ തമിഴ്നാട് ഒരു യൂണിവേഴ്സിറ്റി ആരംഭിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അന്നത്തെ തമിഴ്നാട് ഗവൺമെൻറ് തന്നെ അത്രയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മളെക്കാൾ, അതായത് കേരളത്തിനേക്കാൾ താഴെ നിന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആ ഗവൺമെൻറ് എടുത്ത് ഇനീഷ്യേറ്റീവ് ഉണ്ടെന്ന്. പിന്നെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ടെക്നിക്കലായിട്ടുള്ള, അതായത് എൻജിനീയറിംഗ് സൈഡിലൊക്കെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കുട്ടികൾക്ക് പഠിക്കാനൊക്കെ എക്സ്പോഷർ കിട്ടുന്നൊരു യൂണിവേഴ്സിറ്റി കൂടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ SRM. അന്ന് ഒരു 400 പരം ഏക്കർ സ്ഥലത്താണ് ഇത് ആരംഭിക്കുന്നത്. ഇപ്പോൾ ഏകദേശം മോർ ദാൻ 65,000 സ്റ്റുഡൻസ് പഠിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറിയത്. അപ്പോൾ എന്തായാലും അതിനുവേണ്ട ഒത്തിരി കാരണങ്ങൾ സാർ ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ റാങ്കിങ്ങിനെ കുറിച്ച് അറിയാം സാറിന് അല്ലേ? ഏതൊക്കെ റാങ്കിങ് സാർ കേട്ടോ? 11ഓ 12ഓ റാങ്കിലാണ് അവർ. അതന്നെ, NIRF റാങ്കിങ്. ഇന്ത്യയുടെ റാങ്കിങ്ങിൽ തന്നെ NIT അല്ലെങ്കിൽ IIT ഒക്കെ തൊട്ട് അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ എടുത്ത് നോക്കുമ്പോൾ മറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റാങ്കിങ് ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ പിന്നെ ഓഫ് കോഴ്സ് കുട്ടികൾക്കത് ചൂസ് ചെയ്യാമല്ലോ. ഏതൊക്കെ കോഴ്സുകളാണ് SRM കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ അവരുടെ ക്യാമ്പസിൽ നമ്മൾ ചെന്ന് കണ്ടുമ്പോൾ നമ്മൾ ഒരുമിച്ച് തന്നെയാണ് പോയി കണ്ടതൊക്കെ. ക്യാമ്പസിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ വിങ് ഉണ്ട്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന വിങ് നമ്മൾ കണ്ടത് ഏതായിരുന്നു? കമ്പ്യൂട്ടർ സയൻസ് തന്നെയായിരുന്നു. 20,000 സ്റ്റുഡൻസിലധികം പഠിക്കുന്ന ഒറ്റ വിങ് തന്നെ. അതിൻ്റെ ഫെസിലിറ്റീസ്, അതിൻ്റെ എല്ലാം. അപ്പോൾ എൻജിനീയറിംഗ് സൈഡിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഓഫ് കോഴ്സ് ഇത് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻസ് കാണുന്നതാണ് അവിടെ എയറോസ്പേസ് എൻജിനീയറിംഗ് എന്ന് പറഞ്ഞ പ്രോഗ്രാം. ഒരു സാറ്റലൈറ്റ് തന്നെ വിക്ഷേപിച്ച ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ അതെ, നമ്മൾ ISRO ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു സാറ്റലൈറ്റ് SRM-ൻ്റെ പേരിൽ തന്നെ വിക്ഷേപിച്ച യൂണിവേഴ്സിറ്റി ഏതായിരിക്കും? അപ്പോൾ അന്ന് മുതലേ ഈ 40 വർഷമായിട്ട് ആ ലെഗസി കീപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ സ്റ്റുഡൻസിന് വേണ്ട ടെക്നിക്കൽ നോളജ് കൃത്യമായിട്ട് കൊടുത്തുകൊണ്ട് എൻജിനീയറിംഗ് സൈഡിലും അതുപോലെ തന്നെയാണ് അവരുടെ മെഡിക്കലും. മെഡിക്കൽ കോളേജ് കൂടി ഇൻസൈഡ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി കൂടിയിട്ടാണ് ഇത്. അപ്പം ഈ പറയുന്ന എൻജിനീയറിങ്ങിൻ്റെ കാര്യങ്ങളിൽ, അതുപോലെ തന്നെ എയറോനോട്ടിക്കലിൻ്റെ കാര്യങ്ങളിൽ, മെഡിക്കലിൻ്റെ കാര്യങ്ങളിൽ, ഈ കാര്യങ്ങളിലൊക്കെ ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന SRM നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു. എങ്ങനെയാണ് ഒരു പ്ലേസ്മെൻ്റ് ഒക്കെ കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണോ? അതെ, അത് തീർച്ചയായിട്ടും. അതും കൂടി പാരൻസ് നോക്കുമല്ലോ. നേരത്തെ നമ്മൾ റാങ്കിങ് പറഞ്ഞു, അവരുടെ വേൾഡ് റാങ്കിങ് പറഞ്ഞു ഇല്ലേ? വേൾഡ് റാങ്കിങ്ങിലൊക്കെ ബെസ്റ്റാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നിൽക്കുന്ന ഈ യൂണിവേഴ്സിറ്റി ഇപ്പോഴും ഒരു 3rd ജനറേഷനാണ് അവരെ റൺ ചെയ്യുന്നത്. അവരുടെ ഫാമിലിയിൽ നോക്കുമ്പോൾ 3rd ജനറേഷനാണ്. ഒത്തിരി യൂണിവേഴ്സിറ്റിക്ക് ഒത്തിരി ബ്രാഞ്ചുകളും ഉണ്ട് കേട്ടോ. ഒത്തിരി സ്ഥലത്ത്, അതായത് തമിഴ്നാട്ടിൽ തന്നെ 3-4 ബ്രാഞ്ചുകളുണ്ട്. പിന്നെ തമിഴ്നാടിന് പുറത്തുമുണ്ട് അവർക്ക് ബ്രാഞ്ച്. ആന്ധ്രയിലുണ്ട്, ആന്ധ്രാപ്രദേശിലുണ്ട്, നോയിഡ മീൻസ് ആ ഭാഗത്തുണ്ട്. എനിവേ അത്രയും ബ്രാഞ്ചുകളും ഒക്കെ ഉള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് SRM യൂണിവേഴ്സിറ്റി. സാർ പറഞ്ഞ ചോദ്യത്തിലേക്ക് ഇത് വരുമ്പോൾ നമുക്കറിയാം ചെന്നൈ ഈസ്
കണക്റ്റിംഗ് ടു ഇൻഡസ്ട്രീസ്, ഓൾമോസ്റ്റ് എല്ലാ ഇൻഡസ്ട്രീസും ഇവിടുത്തെ എല്ലാം മാനുഫാക്ചറിങ് നടക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഐഫോൺ വരെ സാറിനറിയാം ചെന്നൈയിൽ നിന്നാണ് വരുന്നുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയുമായിട്ട് അവിടുത്തെ യൂണിവേഴ്സിറ്റി അത്രയധികം കണക്റ്റഡാണ്. സോ ഓൾമോസ്റ്റ് ഒരു ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഗ്രോസ് സാലറി അല്ലെങ്കിൽ പെർ ആനം നോക്കുമ്പോൾ സാലറിയിൽ ഒരു 65 lakhs-ലധികം സാലറിക്ക് പ്ലേസ്ഡ് ആവുന്ന കുട്ടികളെ കാണാം. അത് 1-2 കുട്ടികളൊക്കെ ഒരു ആവറേജ് എത്രയുണ്ടാവും? ആവറേജ് എങ്ങനെ നോക്കിയാലും ഒരു 8 to 10 റീസണബിളി പറഞ്ഞാൽ നമുക്ക് 8 to 10 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ് ടു 65 വരെ പോകാവുന്ന റേഞ്ചിലുള്ള പ്ലേസ്മെന്റ് കൊടുക്കാം. ആവറേജ് ആയിട്ട് ഒരു 10 lakhs പെർ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു 80,000 rupees പെർ മന്ത് സാലറി. ഒരു ബാച്ചിലേഴ്സ് ഒരു കുട്ടി കഴിഞ്ഞ 3-4 വർഷത്തെ ബാച്ചിലേഴ്സ് കഴിഞ്ഞ കുട്ടിക്ക് ഇത്രയും അധികം സാലറി കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടോ? ഉണ്ട്. അതായത് ഇവരുടെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കഴിയുമ്പോൾ തന്നെ ദേ ആർ ഫോക്കസിങ് ഓൺ ശരിക്കും പറഞ്ഞാൽ പ്ലേസ്മെൻറ്റ് ട്രെയിനിങ്സും അതിനുള്ള ഒരു ക്രിയേറ്റിവിറ്റിയും ഒരു ലീഡർഷിപ്പ് ട്രെയിനിങ്സും ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടും ഈവൻ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടും അവർക്ക് ഒത്തിരി നോളജ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിനുള്ള ഒരു ഇൻഫ്ര അവർ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് ഫോറിൻ യൂണിവേഴ്സിറ്റി ഇൻട്രാക്ഷൻസും വരുന്നത്. മോർ ദൻ 265 ഇൻ്റർനാഷണൽ ടൈപ്സ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയിട്ടാണ് SRM. ഇവർ ചെന്നൈയിലാണ് ഇവരുടെ മെയിൻ ക്യാമ്പസ് എന്ന് നമുക്കറിയാം. അതെ. ചെന്നൈ കൂടാതെ തമിഴ്നാട്ടിൽ വേറെ എവിടെയൊക്കെയാണ് ഒരു ക്യാമ്പസുകളുള്ളത്? അതായത് ഇത് മെയിൻ ക്യാമ്പസ്. വി ആർ ടോക്കിംഗ് അബൌട്ട് ദ മെയിൻ ക്യാമ്പസ്. മെയിൻ ക്യാമ്പസ് എന്ന് പറയുന്നത് കാത്തങ്കളത്തൂർ എന്ന് പറയും. റെയിൽവേ സ്റ്റേഷൻ ഇൻ ഫ്രണ്ട് ഓഫ് റെയിൽവേ സ്റ്റേഷൻ പോകുന്ന യൂണിവേഴ്സിറ്റിയാണ്. നമുക്ക് ഏത് സ്ഥലത്തേക്ക് ബസ് പോകണമെങ്കിലും സ്റ്റോപ്പിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ലോങ് റോഡ് ബസ്. ദിസ് ഇസ് ദ മെയിൻ ഹൈവേ ഇറ്റ്സ്. എൻ്റെ എയർപോർട്ടിൽ നിന്നൊരു 17 kilometer ഇത് യൂണിവേഴ്സിറ്റി ഉള്ളൂ. പിന്നെ രാമപുരം ക്യാമ്പസ് ഉണ്ട്, ട്രിച്ചി ക്യാമ്പസ് ഉണ്ട്. ഈ രണ്ടുമാണ്. പിന്നെ ഒരു 2-3 ക്യാമ്പസ് പുറത്തായിട്ടും അവർക്കുണ്ട്. യെസ്. അപ്പം ഈ SRM-ലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണ്? അതായത് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് നമുക്കറിയാം പ്രധാനമായിട്ടും UAE-യിൽ നിന്നാണ് നമ്മൾ കുട്ടികളെ SRM-ന് വേണ്ടി ഓതറൈസ്ഡ് അഡ്മിഷൻ പാർട്ണർ. ദുബായിലത്തെ എക്സ്പോവും അതാണ് സാർ നേരത്തെ എക്സ്പോന്റെ കാര്യം പറഞ്ഞിരുന്നത്. ധാരാളം കുട്ടികൾ എൻക്വയറീസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ UAE നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികളെ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് സ്റ്റഡിയിങ്ങിൻ്റെ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ SRM-നെ കൊണ്ടുവരുന്നത്. അപ്പോൾ SRM-ലേക്ക് ഒത്തിരി കുട്ടികൾ ഇന്ന് അഡ്മിഷൻ എടുക്കുന്നു. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇതിപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ പോയാലോ ഇപ്പോൾ JB EduFlyയുടെ ഓതറൈസ്ഡ് പാർട്ണറാക്കി എഴുതി വെച്ചിരിക്കുന്നു UAE-യിൽ നിന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഫില്ല് ചെയ്യാനുള്ള ഒരു QR കോഡ് ഉണ്ട്. ജസ്റ്റ് സ്കാൻ ചെയ്യുക. നമുക്ക് ഈ വീഡിയോയിലും ആ QR കോഡ് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അവർക്ക് അത് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ടു ദ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാൽ എന്ന് പറയും. ഫസ്റ്റ് അവർക്കൊരു കണ്ടീഷണൽ ഓഫർ ലെറ്റർ വരും. +2ൻ്റെ മാർക്ക് റിസൾട്ട് വന്നിട്ടുണ്ടാവില്ല. വരുന്നതിന് മുന്നേ അവർക്ക് ചെയ്യാൻ പറ്റും. ഒരു സ്കൂളിൽ നിന്ന് ഒരു പ്രഡിക്റ്റഡ് മാർക്ക് ലിസ്റ്റ് വേണമെങ്കിൽ മേടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പ്രോസസ്സൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഒരു പ്രശ്നമില്ല. അപ്പോൾ അവർക്ക് അതിൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ വയ്ക്കാം. ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫീസ് അടച്ചുകൊണ്ട് തന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീറ്റ് ബ്ലോക്ക് ചെയ്യാം. പക്ഷേ സീറ്റ് ബ്ലോക്ക് ചെയ്യുന്നത് മാത്രമല്ല, ഇനി എന്തെങ്കിലും കാരണവശാൽ യൂണിവേഴ്സിറ്റി ഇപ്പോൾ UGC കൃത്യമായ റൂളുണ്ട്. അവർക്ക് സെപ്റ്റംബറിന് മുന്നേ തന്നെ ഫീസ് റീഫണ്ട് ചെയ്യുന്ന ഓപ്ഷനുമുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നമ്മൾക്ക് മാറേണ്ടി വന്നു അല്ലെങ്കിൽ ഇവർ പറയുന്ന ക്രൈറ്റീരിയ പാലിക്കാൻ പറ്റില്ല. പിന്നെ സ്കോളർഷിപ്പ് ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഏകദേശം 70, അതായത് നമുക്കിപ്പോൾ ഒരു 40% വരെ NRI സ്റ്റുഡൻസിന് ഇപ്പോൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നു. അപ്പോൾ അവർക്കത് നേരത്തെ ബുക്ക് ചെയ്താലേ കിട്ടുള്ളൂ. എന്താ വെച്ചാൽ സാറിനറിയാലോ, ഒത്തിരി കുട്ടികൾ ഇന്ന് ട്രൈ ചെയ്യുന്നു. എസ്പെഷ്യലി UAEയുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാരിയോ വെച്ചിട്ട് ഒത്തിരി പേര് ഇന്ത്യയിൽ വന്ന് തന്നെ പഠിക്കുന്ന ആഗ്രഹിക്കുന്ന, SRM-ൽ വന്ന് പഠിക്കുന്ന ആഗ്രഹിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് നേരത്തെ ബുക്ക് ചെയ്താൽ, അതായത് റിസൾട്ടിന് മുന്നേ തന്നെ ബുക്ക് ചെയ്യുന്നതായിരിക്കും, അപ്ലൈ ചെയ്യുന്നതായിരിക്കും അവരെ സംബന്ധിച്ച് ബെസ്റ്റ്. അറ്റ്ലീസ്റ്റ് അപ്ലൈ ചെയ്തിടുക. അതിനുശേഷം വരുന്ന ഫീസ് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെല്ലാം ഗൈഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം റീഫണ്ടും അവൈലബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ NRI സ്റ്റുഡൻസിന് എൻട്രൻസ് ബാധകമല്ലേ? അല്ല, അതാണ് കഴിഞ്ഞൊരു വർഷം മുതൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയൊരു ചേഞ്ച്. അതിന് മുന്നേ വരെ SRM JEE എന്ന് പറയുന്നൊരു എക്സാം ഉണ്ട്. ഇന്ത്യയിൽ നിന്നാണ് നമ്മൾ അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഗോ ത്രൂ ദിസ് SRM JEE. ആ എൻട്രൻസിൻ്റെ ക്രൈറ്റീരിയയിൽ തന്നെയാണ് അവരെടുക്കുന്നത്. NRI സ്റ്റുഡൻസിൻ്റെ കാറ്റഗറിയിലേക്ക് നമ്മൾ വരുമ്പോൾ അവർക്ക് എൻട്രൻസ് ഇല്ല. ഒരു 70% അബവ് മാർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ 40% സ്കോളർഷിപ്പ് അപ്പം തന്നെ അവൈലബിൾ ആണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ കുറഞ്ഞാൽ തന്നെ നമുക്ക് അഡ്മിഷൻ ഉറപ്പാക്കാനും പറ്റും.
അപ്പോൾ അതാണ് അവരുടെ ഈ വർഷം മുതലാണ് അത് നിർത്തിയിരിക്കുന്നത്. ഇവരുടെ ഈ അക്കോമഡേഷൻ അതുപോലെ തന്നെ ഫുഡ് ഇതിൻ്റെയൊക്കെ ഫെസിലിറ്റീസ് എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി മാനേജ് ചെയ്യുന്നത്? അതൊക്കെ നമ്മൾ നേരിട്ട് കണ്ട ഒരു സിനാരിയോ ആണ് ശരിക്കും പറഞ്ഞത്. അതായത് എല്ലാവരും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആ ക്യാമ്പസ് സെക്യൂരിറ്റി തന്നെ അത് വലിയൊരു ഘടകം തന്നെയാണ്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നേരത്തെ ബുക്ക് അവിടെയും ഒരു പ്രയോറിറ്റി കിട്ടുന്നുണ്ട്. നിങ്ങൾ അഡ്മിഷന് കുട്ടികളെ ശ്രദ്ധിക്കണം, പാരൻസ് ശ്രദ്ധിക്കേണ്ട ഘടകം എന്ന് പറയുന്നത് അവർക്ക് ഹോസ്റ്റലിൻ്റെ ഓപ്പണിംഗ് വരുന്ന മെയിലാണ്. അത് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പ്ലേസ്. മനസ്സിലാവുണ്ടോ? ഏകദേശം നമുക്കൊരു പറയുകയാണെങ്കിൽ 2 ഷെയറിങ് മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 3, 4 അങ്ങനത്തെ ഷെയറിങ്ങിൽ തന്നെ അക്കോമഡേഷൻ. ക്യാമ്പസിന്റെ അകത്ത് തന്നെയാണ് ഓരോ ഹോസ്റ്റൽ അല്ലേ? ക്യാമ്പസിന്റെ അകത്ത് ബോയ്സിനാണെങ്കിലും രണ്ടും ക്യാമ്പസിന്റെ അകത്ത് പ്രൊവൈഡഡ് ആണ്. വളരെ സെക്യൂരിറ്റൈസ് ചെയ്തിട്ടുള്ള സിസ്റ്റമാണ്. കുട്ടികൾക്ക് AC, non-AC ഒക്കെ അവൈലബിൾ ആണ് അക്കോർഡിംഗ് ടു യുവർ ബഡ്ജറ്റ്. പക്ഷെ നേരത്തെ ബുക്ക് ചെയ്താൽ അതിൻ്റെ നല്ല റൂംസും കാര്യങ്ങളും ഒക്കെ ഇന്ന് ഇന്റർനാഷണൽ ഹോസ്റ്റലിലാണ് നമ്മളും താമസിച്ചത്. നമ്മൾ താമസിച്ച ഇന്റർനാഷണൽ ഹോസ്റ്റലായിരുന്നു. ഇതിൽ ഞാൻ അന്ന് വന്നപ്പോൾ കണ്ട കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞെങ്കിൽ ഇത് ചെന്നൈയിലുള്ള ഒരു കോളേജ് ആണെങ്കിലും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ആണെങ്കിലും അവിടെ ധാരാളം ഒരു നോർത്ത് ഇന്ത്യൻസിനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരു പാൻ ഇന്ത്യ ത്തെ കുട്ടികളെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ബേസിക്കലി ഇന്ത്യയിലത്തെ ഈ നോർത്ത് ഇന്ത്യയിലുള്ള ഇപ്പോൾ ബോംബെയിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും ഇപ്പോൾ ബീഹാറിലത്തെ കുട്ടികൾ അങ്ങനത്തെ പല കുട്ടികളും ഈ ചെന്നൈയിൽ വന്ന് പഠിക്കുന്നുണ്ട്. അപ്പം അത് നേരത്തെ സാറ് സൂചിപ്പിച്ചുള്ള ഇൻഡസ്ട്രീസ് ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കാം, പ്ലേസ്മെന്റ് ഉള്ളതുകൊണ്ട് തന്നെയായിരിക്കാം. അപ്പോൾ ഇത്രയും നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ ഈ പറഞ്ഞ പോലെ അഡ്മിഷൻ എടുത്ത് കൊടുക്കാൻ സാറിന് ഇനിയും പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. SRM കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ പ്ലീസ് കോൺടാക്ട് JB EduFly. We are ready to help you for further. Thank you.